ദാഹം ശമിപ്പിക്കാൻ വെള്ളത്തിന് കഴിയില്ല, കരിക്കാൻ തീയിന് കഴിയില്ല. മോനെ, വിശ്വാസമില്ലാതെ നിസ്കരിച്ചിട്ടെന്താ, നോമ്പെടുത്തിട്ടെന്താ, ധർമ്മം കൊടുത്തിട്ടെന്താ, മുസ്ലിം എന്ന് പറഞ്ഞിട്ടെന്താ? ഈമാൻ വേണ്ടേ? ഇതല്ലേ സഹാബത്തിന് പേടി തോന്നിയത്? ഇതുകൊണ്ടല്ലേ അവർ ഔലിയാക്കളായത്? ഇതല്ലേ അവർക്കുണ്ടായിരുന്ന പ്രത്യേകത? തീർന്നില്ല. ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാര് ഇതിങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് ചോദിക്കുന്നു, ഉസ്താദേ, തീയിന് കരിക്കാൻ ശക്തിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇന്ന് വരെ തീ തട്ടിയിട്ട് കരിയാതിരുന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു സാധനം തീയിലിട്ടിട്ട് അതൊന്ന് കരിയാതിരിക്കണ്ടേ? എനിക്കതുകൊണ്ട് അതിന് വിശ്വാസം വരുന്നില്ല. കമ്മുണ്ണി മുസ്ലിയാർ ചെയ്തത് എന്താണെന്നറിയോ? ആ വെള്ളത്തിന്റെ കുപ്പി ഇങ്ങ് മാറ്റിയിട്ട് അതിന്റെ തിരി നന്നായി ഉയർത്തിയിട്ട് പാളിക്കത്തുന്ന തീയിലേക്ക് തന്റെ വിരലങ്ങ് വെച്ചു കൊടുത്തു. മണിക്കൂർ കണക്കിന് വിരല് വെച്ചു, കത്തിയില്ല. മക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് മുഴുവനും അതത് സമയത്ത് അല്ലാഹു സൃഷ്ടിക്കുകയാ. അറുക്കുന്ന സമയത്ത് മുറിയൽ സൃഷ്ടിക്കുന്നത് അല്ലാഹുവാ, അടിക്കുന്ന സമയത്ത് വേദന സൃഷ്ടിക്കുന്നത് അല്ലാഹുവാ. അല്ലാഹ് വെള്ളം കുടിക്കുമ്പം ദാഹം തീർക്കുന്നത് റബ്ബിന്റെ സൃഷ്ടിയാ. തീ കൊണ്ട് കത്തിക്കുമ്പോൾ കരിയൽ പടച്ച റബ്ബിന്റെ സൃഷ്ടിയാ. നമുക്കൊരു കഴിവുമില്ല, ഞാനൊന്നുമല്ല, റബ്ബിന്റെ അടിമയാ. ഈ വിശ്വാസം രൂഢമൂലമായവർ അവരാണ് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അവരാണ് പിൽക്കാലത്ത് ഔലിയാക്കളാകുന്നത്. അല്ലാ സഹോദരാ, അതുകൊണ്ടാണ് അല്ലാഹുവിനെ കുറിച്ചറിയാത്തവൻ, റബ്ബുമായിട്ട് ബന്ധമില്ലാത്തവൻ, റബ്ബിനെ പറ്റി ബോധ്യം വരാത്തവൻ, അവനൊരു വലിയുമല്ല, ഒരു ശൈഖുമല്ല, ഒരു കുത്തുബുമല്ല. ഒരാൾ മഹാനാകുന്നതും ഒരാൾ വലിയാകുന്നതും അതിന്റെ മാനദണ്ഡം അയാളിൽ നിന്ന് പ്രകടമാകുന്ന അത്ഭുതങ്ങളല്ല. അത്ഭുതങ്ങൾ വെളിവാകുന്നത് കൊണ്ട് ഒരാളും വലിയാവുകയില്ല. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കൽ അതിന്റെ മാനദണ്ഡമല്ല. രോഗം സുഖപ്പെടുത്തൽ അതിന്റെ മാനദണ്ഡമല്ല. അതേ, എത്ര വലിയ അത്ഭുതങ്ങൾ ഒരാളിൽ നിന്ന് പ്രകടമായാലും ആ മനുഷ്യൻ വലിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അഇമ്മത്ത് പറഞ്ഞതറിയോ? ഒരാള് വെള്ളത്തിൽ മുകളിൽ കൂടി നടന്നു പോകുന്നുവെങ്കിൽ അവനെ പറ്റി വലിയേന്ന് പറയണ്ട, തവള എന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാ. അന്തരീക്ഷത്തിൽ കൂടി പറക്കുന്ന മനുഷ്യനെ കണ്ടാൽ അവൻ വലിയാണെന്ന് പറയണ്ട, അവനെ പറ്റി പരുന്ത് എന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാ. എന്തേ? വലിയ അല്ലാഹുവിനെ അറിയുന്നവനാണ്, റബ്ബിന്റെ അടിമകളാ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഒരു വലിയന്റെ ഒരു പ്രവർത്തനം കൊണ്ടും ഒരാൾക്കും ശല്യം വരില്ല. ഏത് വിവരമില്ലാത്തവർ അവരോട് സംബോധനം ചെയ്താലും, അവരോട് വിവരക്കേട് ചെന്ന് പറഞ്ഞാൽ, അവരോട് വിവരക്കേട് ചെയ്താൽ ഖാലൂ സലാമാ, അതേ രൂപത്തിൽ അവര് പ്രതികരിക്കൂല, അവര് തിരിച്ച് തെറി പറയൂല, ആരെയും അവര് കുറ്റപ്പെടുത്തൂല, ആരെയും അവര് ആക്ഷേപിക്കൂല, ആർക്കും അവര് പൊരുത്തക്കേട് കൊടുക്കൂല. അല്ലാ, വിവരമില്ലാത്ത ആളുകള് അല്ലാഹുവിന്റെ അടിമകളോട് വിവരക്കേട് പറഞ്ഞാൽ അവര് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് രക്ഷപ്പെടുന്നതാണ്. തീർന്നില്ല, ഞാൻ ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ബോധമുണ്ടോ? ഈ ആകാര സൗഷ്ഠവമുള്ള ശരീരം നിനക്ക്
സംവിധാനിച്ച പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹാർട്ടിനെ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹ്, എന്റെയും നിന്റെയും കിഡ്നിയെ ഇപ്പോഴും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹ്, എന്റെയും നിന്റെയും കണ്ണിൽ ഇപ്പോഴും കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹ്, എനിക്കും നിങ്ങൾക്കും സംസാരിക്കാൻ ആവശ്യമായ ഉമിനീര് നാവിൽ പൊടിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹ്, എന്തെല്ലാം നിനക്കുണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, എന്തെല്ലാം പൊലിമകളുണ്ട്, ഇതെല്ലാം നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത്, ഈ റബ്ബുമായി ബന്ധമുണ്ടോ? റബ്ബുമായി സ്നേഹമുണ്ടോ? റബ്ബിനോട് പ്രേമമുണ്ടോ? റബ്ബിനെ പറ്റി ചിന്തയുണ്ടോ? റബ്ബിനെ അറിഞ്ഞിട്ടുണ്ടോ? അവര് രാത്രി സമയത്ത് കിടന്നുറങ്ങൂല, ഉറക്ക് വരൂല. സഹർ സമയത്ത് അല്ലാഹുവിനെ ബോധമുള്ളവര് ഉറങ്ങുകയില്ല. വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് വരെ നല്ല സുഖം. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാമുകൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാമുകി നമുക്ക് വല്ലാതെ ഇഷ്ടമാണ്. ആ കാമുകനോട് കൂടെ അല്പം സമയം ഒത്തുകിട്ടാൻ, അല്ലെങ്കിൽ ആ കാമുകിയോടുകൂടെ അല്പസമയം ഒത്തുകിട്ടാൻ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ആ വളരെയധികം ഇഷ്ടപ്പെട്ട ആ വ്യക്തിയുമായിട്ട് അല്പസമയം ഒത്തുകിട്ടാൻ വേണ്ടി എത്രയാ ചാൻസുകൾ നമ്മൾ നോക്കിയത്. ആ സഹോദരനെ ഒന്ന് ഒത്തുകിട്ടിയാൽ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ കാമുകനെ, നിന്റെ പ്രേമഭാജനത്തെ നിനക്കൊന്ന് ഒത്തുകിട്ടിയാൽ, ആ സമയം നിനക്ക് ഉറക്ക് വരുമോ? നിനക്ക് ക്ഷീണം വരുമോ? പ്രയാസം വരുമോ? അല്ലാഹ്, ഒരാൾക്കും ഉറക്ക് വരൂല. ഇന്നത്തെ ലോകത്താതൊന്നും നമ്മൾ വിവരിക്കേണ്ടതില്ല, വിശദീകരിക്കേണ്ടതില്ല. നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിന്റെ പ്രിയപ്പെട്ട കാമുകനോ അല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട കാമുകിയോ ഏതെങ്കിലും ഒരു രാത്രിയിൽ നിനക്ക് ഒത്തുകിട്ടിയാൽ, അതേ, അതിനു വേണ്ടി എത്രയാ നീ ശ്രമിച്ചിരുന്നത്, എത്രയാ അവസരം പാർത്ത് കഴിഞ്ഞിരുന്നത്, എന്തൊക്കെയാ അതിനു വേണ്ടി ത്യാഗം ചെയ്തിരുന്നത്. അങ്ങനെ ഒന്നൊത്തുകിട്ടിയാൽ ആ പ്രിയപ്പെട്ടവന്റെ കൂടെ നിനക്ക് സമയം കിട്ടുമ്പോ നീ ഉറങ്ങിപ്പോകുമോ? നിനക്ക് തളർച്ച വരുമോ? ഇല്ല. ഇതുകൊണ്ടല്ലേ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവർ, പടച്ച റബ്ബിനെ സ്നേഹിച്ചവർ, അല്ലാഹ് പാതിരാത്രിയിൽ സഹർ സമയത്ത് റബ്ബനോൺസ്മെന്റ് ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് ഉറക്ക് വരൂല. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ ആ സമയത്ത് ഉറക്ക് വരൂല. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, നമ്മളൊന്നും ഔലിയാക്കളല്ല, ഔലിയാക്കളെ പറ്റി പഠിക്കുന്നവരുമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര ഔലിയാക്കളെ കുറിച്ച് അറിയാ? എത്ര അമ്പിയാക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ട്? എത്ര മഹാന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഒരൊറ്റ മഹാനും തന്നെ സുബ്ഹത്തായ സമയത്ത് ഉറങ്ങിയിട്ടില്ല. അത് റബ്ബുമായിട്ടുള്ള മുനാജാത്തിന്റെ സമയമാ. അവനവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാമുകനുമായി, കാമുകിയുമായി അതേ സ്വന്തം ബന്ധപ്പെടുന്ന, ഇടപെടുന്ന, അതേ ബന്ധപ്പെടുന്ന സമയമാ. ആ സമയത്ത് ഉറക്ക് വരൂല. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു മഹാന്മാരും ഉറങ്ങിയിട്ടില്ല, ഒരു നബിയും സഹർ സമയത്ത് ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വളരെ വേദനയോടെ പറയുകയാണ്, രാത്രി എന്ന് പറയുന്നത് മഗ്രിബ് ബാങ്ക് വിളിച്ചത് മുതൽക്ക് സുബ്ഹ് ബാങ്ക് വരെയാ. സുബ്ഹ് ബാങ്ക് വിളിച്ചാൽ പിന്നെ രാത്രി തീർന്നു പോയി.
ഏത് കാലത്തും മുസ്ലിമീങ്ങൾക്ക് രാത്രി കുറവാണ്, പകൽ കൂടുതലാണ്. അസ്തമിച്ചത് മുതൽക്ക് സുബ്ഹ് വാങ്ക് വിളിക്കുന്നത് വരെയാണ് രാത്രി എന്ന് പറയുന്നത്. സുബ്ഹ് വാങ്ക് വിളിച്ചാൽ പിന്നെ രാത്രിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുമോ ഈ ലോകത്ത് ഏറ്റവും വലിയ ദുഷ്ടനായി അറിയപ്പെട്ടൊരു വ്യക്തിയില്ലേ? അതാരാണ്? ഫിർഔൻ റംസീസ് രണ്ടാമൻ. അറിയുമല്ലോ. ഇന്നും ഈജിപ്ത് കൈറോ മ്യൂസിയത്തിൽ ചെന്നാൽ ഫിർഔന്റെ മമ്മി നമുക്ക് കാണാം. സാധാരണ മ്യൂസിയം കാണാൻ 5 ജുനൈഹ കൊടുത്താൽ മതിയെങ്കിൽ ഈ അത്ഭുതകരമായിരിക്കുന്ന ഫിർഔന്റെ മമ്മി കാണാൻ വേറെ 5 ജുനൈഹ കൊടുക്കണം. അങ്ങനെ ഓരോ തവണയും പോകുമ്പോൾ വീണ്ടും വീണ്ടും ആ മമ്മി നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ട്. എത്രയോ നൂറുകണക്കിന് കൊട്ട രാജാക്കന്മാര് മമ്മിയും ഡെഡ് ബോഡിയും അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഡെഡ് ബോഡിക്ക് കൃത്യമായിട്ട് കെമിക്കൽ പുരട്ടിയിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫിർഔന്റെ മമ്മിക്കൊരു കെമിക്കലും പുരട്ടിയിട്ടില്ല. മോറീസ് ബുഖായിയെ കേട്ടില്ലേ? ബ്രിട്ടന്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന മോറീസ് ബുഖായി ഇസ്ലാമിലേക്ക് വരാൻ കാരണം ഈ ഫിർഔന്റെ മമ്മിയെ കുറിച്ചുള്ള പഠനമാ. ചെങ്കടലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഫിർഔന്റെ മമ്മി എടുത്ത് പരിശോധിച്ചപ്പോൾ ആ പരിശോധനയില് ഈജിപ്തിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയതാ ഒരു ജീവിച്ചിരിക്കുന്ന രാജാവിന്റെ സർവനീയ ഭരണാധികാരിയുടെ സർവ ബഹുമതികളോട് കൂടെയാ ബ്രിട്ടൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ ഫിർഔന്റെ മമ്മി സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ഫിർഔന്റെ മമ്മി കൊണ്ടുപോയി പഠനം നടത്തിയിട്ട് അതാ ഇതിനോട് ഏറ്റവും കൂടുതൽ ഒത്തുവന്നത് ഈ ഫിർഔന്റെ മമ്മിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞ സത്യമാണ് പുലർന്നത് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മോറീസ് ബുഖായി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നാ ചരിത്രം. ഇരിക്കട്ടെ, ആ ഫിർഔനെ പറ്റി നിങ്ങൾക്കറിയില്ലേ? വേണ്ടി സങ്കടപ്പെട്ടത്. അതേ സമയത്ത് അതുപോലത്തെ കുരുന്നുകളെ അല്ലാഹ് 20,000-ഓളം വരുന്ന കുരുന്നുകളെ നിഷ്കരുണം കൊന്നവനാണ് ഈ ഫിർഔൻ. മക്കളെ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നവനാ. അല്ലാ തന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത മനുഷ്യനെ കയ്യും കാലും നീട്ടിപ്പിടിച്ചിട്ട് കാല് നിലത്തേക്ക് ആണിയടിച്ച് തറച്ച് നിഷ്കരുണം പീഡിപ്പിച്ച് കൊന്നവനാ. ഇന്നും നിങ്ങൾക്ക് കാണാം ഈജിപ്തിൽ ചെന്നാൽ വലിയ വലിയ പീരുമേടുകള്, അല്ലാഹ് വലിയ ഭാരിച്ച കല്ലുകളെ കൊണ്ട് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന പീരുമേടുകള്. ആ പീരുമേടുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നിർമ്മിക്കപ്പെടുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാ മരിച്ചു തീർന്നത്. അവിടെയൊക്കെ മനുഷ്യന്റെ രക്തത്തിന്റെ വിയർപ്പിന്റെ ഗന്ധങ്ങൾ എന്നും നമുക്ക് മനക്കാൻ കഴിയുന്നു. അത്രയും അക്രമിയും കിരാതനും അത്രയും ദുൽമു ചെയ്തിരുന്ന ഫിർഔൻ ഖുർആൻ പറഞ്ഞു, ഫിർഔനദിൽ ഔതാദ്, ആണി വെച്ച് മേടിയിരുന്ന ശിക്ഷിച്ചിരുന്ന ഫിർഔന് അവനെ പോലത്തെ ദുഷ്ടനുണ്ടോ? അല്ലാ, ഞാനാണ് ഏറ്റവും റബ്ബെന്ന് പറഞ്ഞവനാ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം പടച്ച റബ്ബ് ആകാശത്ത് നിന്ന് മഴയിറക്കി തരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് തൗറാത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ മൂസ നബിയോട്, മൂസാ, നിന്റെ റബ്ബ് ആകാശത്ത് നിന്ന് വെള്ളമിറക്കുമ്പോ എന്റെ ഭൂമിയിൽ കൂടിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാനെങ്ങാനും ഒരു തടസ്സം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ, ഈ ഭൂമിയിലേക്ക് നിന്നെ വെള്ളം വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഈ വെള്ളത്തിന് തടസ്സം നിന്നിരുന്നെങ്കിൽ, നിന്റെ റബ്ബിറക്കുന്ന വെള്ളം ഇത് ആകാശത്തിന്റെയും ഭൂമിക്കും ഇടയിലായിട്ട് കറങ്ങി നിൽക്കുമായിരുന്നു. എന്റെ പുഴയിൽ കൂടി ഒഴിക്കാൻ പറ്റുമായിരുന്നില്ല, ഈ നൈൽ നദിയിൽ കൂടി ഒഴിക്കാൻ പറ്റുമായിരുന്നില്ല. ഇതൊക്കെ ഞാനാ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരം പറഞ്ഞിരുന്ന ഈ ഫിർഔനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 300 കൊല്ലം 400 കൊല്ലം ജീവിച്ച ഫിർഔൻ അല്ല, ഈ ജീവിതകാലത്തൊരിക്കൽ പോലും ഈ ഫിർഔന് ഒരു അസുഖം വന്നിട്ടില്ല, ഒരു തലവേദന പോലും വന്നിട്ടില്ല, ഒരു വയറുവേദന പോലും വന്നിട്ടില്ല, പല്ലുവേദന പോലും വന്നിട്ടില്ല, ശരീരത്തിന് അസുഖവും പിടിപെട്ടിട്ടില്ല. മാത്രമല്ല, ഈ ഫിർഔന് ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ സാമ്പത്തിക സ്രോതസ് തഴച്ചു വളരുകയാ.
അവൻ സുഖലോലപതയോടുകൂടെ ജീവിക്കുകയാ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ സാമ്പത്തിക മാന്യതയോ ഈ ഫിർഔന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹബീബ് മൂസ നബി അലൈഹിസ്സലാം തങ്ങളോട് തന്റെ ജനങ്ങൾ പറയുമായിരുന്നു, മൂസ നബിയെ, ഇതെന്തൊരു അത്ഭുതമാ, ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാ, റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകരാകുന്ന മൂസ നബിയുടെ പിന്നിൽ അണിനിരന്നവരാ. അല്ലാ, ഇങ്ങനെയൊക്കെയും ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും പീഡനങ്ങളാ, ഞങ്ങൾക്കൊന്നും കഷ്ടപ്പാടുകളാ, ഞങ്ങൾക്ക് ദുരിതങ്ങളാ. അതേ സമയത്ത് ധിക്കാരിയും അഹങ്കാരിയും തമ്മാടിയുമായി അതാരങ്ങ് തറക്കുന്ന ഫിർഔന് എന്നും സുഖജീവിതമാ. തന്റെ സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയോ, തന്റെ ആരോഗ്യത്തിന് കേടുപാടുണ്ടാകുന്നില്ല, രോഗങ്ങളില്ല, ദുരിതങ്ങളില്ല. ഇതെന്തൊരു അത്ഭുതമാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വഹി അറിയുമോ സുഹൃത്തുക്കളെ? മുസ്ലിം ചെറുപ്പക്കാരറിയണം, മുസ്ലിം സഹോദരങ്ങൾ അറിയണം. അല്ലാഹ് ഈ ഫിർഔൻ എത്ര ദുഷ്ടനാണെങ്കിലും തമ്മാടിയാണെങ്കിലും വാലിമായിരുന്നുവെങ്കിലും ഈ ഫിർഔന് രണ്ട് ഗുണങ്ങളുണ്ട്. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യന്റെ കിരണങ്ങൾ ഉദിച്ചുയരുമ്പോൾ, അല്ലാഹ് ഫജ്ർ സാദിക്ക് വെളിവാകുമ്പോൾ കൃത്യമായി എഴുന്നേറ്റവനാണ് ഈ ഫിർഔൻ. ഒരിക്കൽ പോലും സുബ്ഹിന്റെ സമയത്ത് ഈ ഫിർഔൻ കിടന്നുറങ്ങിയിട്ടില്ല. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതാ പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്തെല്ലാം രോഗങ്ങളുള്ളവരുണ്ട്, അറ്റാക്ക് ഉള്ളവരുണ്ട്, ബ്ലോക്ക് ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, പല വിധത്തിലുള്ള രോഗമുള്ളവരുണ്ട്, നിത്യമായി മരുന്ന് സേവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, വേദന കടിച്ചിറക്കുന്നവരുണ്ട്. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രഭാത സമയത്തൊന്ന് എഴുന്നേറ്റ് നോക്കൂ, സഹർ സമയത്തൊന്ന് എഴുന്നേറ്റ് നോക്കൂ. നിങ്ങളുടെ നാട്ടിൽ 60, 70, 80, 90 വയസ്സ് പ്രായമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, കാലച്ചെറുപ്പം മുതൽ 15 വയസ്സിന്റെ മുൻപ് ചെറുപ്പം മുതൽക്ക് തന്നെ കൃത്യമായി സുബ്ഹിക്ക് എഴുന്നേറ്റ ആളുകളെ കുറിച്ച് നോക്കൂ. അവർക്ക് കംപ്ലൈന്റ് ഇല്ല, ആരോഗ്യത്തിന് കംപ്ലൈന്റ് ഇല്ല. അതേ സമയത്ത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, പിൽക്കാലത്ത് തുടങ്ങിയതാ, കുറെ കാലങ്ങൾക്ക് ശേഷം തുടങ്ങിയതാ. അത്തരം ആളുകൾക്ക് ഗ്യാരണ്ടി ഇല്ല. അതേ സമയത്ത് കാലച്ചെറുപ്പം മുതൽക്ക് തന്നെ സുബ്ഹിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച് പള്ളിയിൽ വന്നിരുന്ന ആളുകള് അവർക്ക് ഇന്നും കംപ്ലൈന്റ് ഇല്ല, അവർക്ക് ബ്ലോക്കുകളില്ല, അവർക്ക് മറ്റു മാരക രോഗങ്ങളില്ല. അതേ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നത് കൊണ്ടാ ഞാൻ ചോദിക്കുന്ന, ആയിരക്കണക്കിന് പ്രായപൂർത്തിയെത്തിയിട്ടുള്ള മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും താമസിക്കുന്ന ഈ മഹല്ലിലെ ആളുകളോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ പ്രായപൂർത്തിയെത്തിയ മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ കൂട്ടത്തിൽ നിന്ന് 50% സുബ്ഹി ഖളാക്കാതെ നിസ്കരിക്കുന്നുണ്ടോ? പോട്ടെ. 75% നിസ്കരിക്കുന്നുണ്ടോ? പോട്ടെ. എത്ര ശതമാനം ആളുകൾ സുബ്ഹി ഖളാക്കാതെ നിസ്കരിക്കുന്നു എന്ന് ഉറപ്പ് പറയാൻ കഴിയും മക്കളെ? അല്ലാഹ് നിസ്കാരം ഖളാക്കുന്നത് നമുക്കൊന്നൊരു പ്രശ്നമാണോ, ഒരു വിഷയമാണോ, ഒരു തെറ്റാണെന്ന് തോന്നലുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഒരു വാക്ക് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാ. വർഷാവർഷം ഞങ്ങൾക്ക് ആലിമീങ്ങൾ വരാറുണ്ട്, അവർ വന്നു പറഞ്ഞു തരാറുണ്ട്, അവർക്ക് നിങ്ങൾ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്, അവർക്ക് സർവോത്താശകളും ചെയ്യാറുണ്ട്, അവരെ ഞങ്ങൾ സ്നേഹിക്കലുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളോട് അവർ പറഞ്ഞു തന്നില്ല. പറയരുതേ ഉമ്മമാരെ, ഒരു മനുഷ്യൻ തമ്മാടിയാവാൻ അബൂജഹലിന്റെ കൂടെ, ഉത്ബത്തിന്റെ കൂടെ, ഫിർഔന്റെ കൂടെ, നമ്രൂദിന്റെ കൂടെ, അതാ മഹാക്രമികളുടെ കൂടെ, ധിക്കാരികളുടെ കൂടെ നരകത്തിൽ കിടന്ന് തിളച്ചു മറിയാൻ, നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകായി തീരാൻ അവൻ കള്ളു കുടിക്കുന്നവനാവണമെന്നില്ല, അവൻ വ്യഭിചരിക്കുന്നവനാവണമെന്നില്ല, അവൻ മറ്റ് പലിശ കൊടുക്കുന്നവനാവണമെന്നില്ല, അവൻ അരാജകത്വങ്ങൾ ചെയ്യുന്നവനാവണമില്ല. കൃത്യമായി
ജമാഅത്തായിട്ട് നിസ്കരിക്കാതിരിക്കൽ തന്നെ വലിയ തെറ്റാ. ഒരാൾ നരകത്തിൽ കിടന്ന് വിറകായി തീരാൻ, നമ്രൂദിന്റെ കൂടെ കിടക്കാൻ, ഫിർഔന്റെ കൂടെ കിടക്കാൻ നിങ്ങൾക്ക് ഏതെല്ലാം അക്രമികളെയും ധിക്കാരികളെയും അറിയാം. അവരെ കൂടെ നരകത്തിൽ കിടന്ന് കത്തിക്കരിയാൻ, വിറകായി തീരാൻ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഖാലൂലം നകു മിനൽ മുസല്ലീൻ, നിസ്കാരത്തിൽ കൃത്യതയുള്ളവരല്ല. നിങ്ങൾ എന്തേ നരകത്തിൽ പെട്ടുപോയത്? നിങ്ങൾ ഞങ്ങളെപ്പോലെ കള്ളു കുടിച്ചിരുന്നില്ലല്ലോ, ഞങ്ങളെപ്പോലെ നിങ്ങൾ ചീട്ട് കളിച്ചിരുന്നില്ലല്ലോ, ഞങ്ങളെപ്പോലെ നിങ്ങൾ സിനിമയും മറ്റും കണ്ടിരുന്നില്ലല്ലോ, ഞങ്ങളെപ്പോലെ നിങ്ങൾ അതക്രമങ്ങൾ ചെയ്തിരുന്നില്ലല്ലോ, തോന്നിവാസികളായിരുന്നില്ലല്ലോ, നിങ്ങൾ സജീവമായി പ്രവർത്തിച്ചവരായിരുന്നുവല്ലോ. അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി, അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളെ പറ്റി വാചാലമായി പറഞ്ഞിരുന്നവരാണല്ലോ. പിന്നെ എന്തേ നിങ്ങൾ ഈ നരകത്തിൽ പെട്ടത്? നിങ്ങൾ എന്തേ കാറൂന്റെ കൂടെ പെട്ടത്? നിങ്ങൾ എന്തേ ഫിർഔന്റെ കൂടെ പെട്ടത്? നിങ്ങൾ എന്തേ ഉത്ബത്തിന്റെ കൂടെ പെട്ടത്? ഈ ഖുർആൻ പറയുന്നു, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ഈ സദസ്സിന് പിരിയുന്നതിന്റെ മുമ്പ് ഉറപ്പിച്ചു വയ്ക്കോ, തീരുമാനമെടുത്തോ, ഒരു സുബ്ഹ് പോലും ഇനി ഖളാ ആക്കൂല. ഫിർഔൻ പോലും ആരോഗ്യപരമായി ജീവിച്ചത് കൃത്യമായി ഫജ്ർ സമയത്ത് എഴുന്നേറ്റത് കൊണ്ടാ. രണ്ടാമത് ഫിർഔന്റെ നേട്ടം എന്താണെന്നറിയോ? മുസ്ലിം ഉമ്മമാര് ചിന്തിച്ചിരുന്നെങ്കിൽ, മുസ്ലിം സഹോദരന്മാര് ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലാ ലക്ഷക്കണക്കിന് രക്ഷപ്പെടന്മാരോടൊപ്പം ഈ ഫിർഔന് യാത്ര പോകുകയാണെങ്കിൽ എവിടെയും ഒരു ഭക്ഷണത്തിന്റെ അവശിഷ്ടം കണ്ടാൽ, ഒരു റൊട്ടി കഷ്ണം കണ്ടാൽ, അന്നജം കണ്ടാൽ ഫിർഔൻ അത് എടുക്കുകയാ, അത് സൂക്ഷിക്കുകയാ, ഒന്നുകിൽ സ്വന്തം കഴിക്കുകയാ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുകയാ. ഭക്ഷണം തീരെ ഈ ഫിർഔൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞാനോ നിങ്ങളോ എത്രയാ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നത്, എത്രയാ കഴുകിക്കളയുന്നത്, എത്രയാ ടാങ്കിലേക്ക് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എനിക്കോ നിങ്ങൾക്കോ അല്പമെങ്കിലും അതിനെക്കുറിച്ച് പേടിയുണ്ടോ? സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ബോധമുണ്ടോ? മോനെ, ഈ ദുനിയാവിലുള്ള സർവ്വ ആളുകളും ഉദ്ദേശിച്ചാൽ, എല്ലാവരും ശ്രമിച്ചാൽ ഒരു അരിമണി സൃഷ്ടിക്കാൻ കഴിയൂല. കൃഷി ഇറക്കാൻ കഴിയുന്നതാ, മുളപ്പിക്കാൻ കഴിയൂല. കൃഷിക്ക് വളമിട്ട് കൊടുക്കാൻ കഴിയുന്നതാ, പക്ഷേ അതിന് കായ ഉണ്ടാക്കാൻ കഴിയില്ല, അന്നജം തൂക്കാൻ കഴിയില്ല, സാധ്യമല്ല. റബ്ബ് നൽകുകയാ. മനുഷ്യൻ കഴിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം മനുഷ്യന്മാർക്ക് നിർമ്മിക്കാൻ, ഉണ്ടാക്കാൻ, സൃഷ്ടിക്കാൻ കഴിയൂല. ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ പാവങ്ങളതാ നിങ്ങൾ കണ്ടില്ലേ ദക്ഷിണാഫ്രിക്കയിലെ അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ. സുബ്ഹാനല്ലാഹ്, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആളുകൾ ചെന്നപ്പോ പൊട്ടിക്കരഞ്ഞു പോയി. മനുഷ്യക്കോലങ്ങളാകുന്ന പിഞ്ചു പിഞ്ചു മക്കള് ഒരു നൂല് പോലുമില്ലാതെ, വിശന്നെഴുന്നേൽക്കാൻ കഴിയാതെ, മണ്ണ് അപ്പിക്കൊണ്ട് കമഴ്ന്ന് കിടന്ന് മണ്ണ് തിന്നുന്ന എത്ര കുരുന്നുകളാ, പാവങ്ങളാ. ഞാനും
ഞാനും നീയും എത്ര സ്വർഗത്തിലാ. നമ്മളെത്രയാ ഭക്ഷണം വേസ്റ്റാക്കുന്നത്, എത്രയാ കഴുകിക്കളയുന്നത്, എത്രയാ കുഴിച്ചിടുന്നത്. റബ്ബ് പൊറുക്കൂല, റബ്ബ് സഹിക്കൂല. അട്ടിമറിക്കപ്പെടാത്തത്, കോലം മറിക്കപ്പെടാത്തത്, ഇടിച്ചി വീഴാത്തത്, ഭൂമി കുലുങ്ങാത്തത്, കത്തിക്കരിയാത്തത്, ഒരു 15 ആളുകളെങ്കിലും റബ്ബിന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ ഭൂമിയിലുള്ളത് കൊണ്ടാ. എന്നെയും നിന്നെയും റബ്ബിന് തൃപ്തിപ്പെട്ടത് കൊണ്ടല്ല, ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല. ബോധം വേണ്ടേ? ഈ ദുനിയാവോട്ട് പ്രതിഫലത്തിന്റെ വീടുമല്ല, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാ. അതുകൊണ്ട് നിലനിൽക്കുകയാ. ഓ മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് സൃഷ്ടിച്ച റബ്ബിന്റെ അടിമയായിരിക്കണം. അടിമകൾ ആരും തന്നെ റബ്ബിനെ പറ്റി ബോധമുള്ളവർ അത്താഴ സമയത്ത് ഉറങ്ങൂല. മൈമൂന ബീവിയെ കുറിച്ച് കേട്ടില്ലയോ? അജബൻ ലിൽ മുഹിബ്ബി കൈഫ യനാമു. അവനവൻ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെട്ട സ്നേഹഭാജനം, തന്റെ പ്രേമഭാജനം കാത്തിരിക്കുമ്പോ ഉറങ്ങുന്നതെങ്ങനെയാ? തന്റെ കാമുകി കാത്തിരിക്കുകയാ. ഒന്നവസരം കിട്ടാൻ, ഒന്നിച്ചു നിൽക്കാൻ, ഒന്ന് സ്വറ പറഞ്ഞിരിക്കാൻ, ഒന്ന് തലോടാൻ. ലോകത്തേറ്റവും ഇഷ്ടപ്പെട്ട കാമുകി കാത്തിരിക്കുമ്പോ കാമുകൻ എങ്ങനെ ഉറക്കം വരാനാ? എങ്ങനെ ഉറക്ക് വരാനാ? റബ്ബിന് സ്നേഹം വന്നിട്ടില്ല, റബ്ബിനെ സ്നേഹിച്ചിട്ടില്ല. അതേ സമയത്ത് സ്നേഹിച്ചാല് ആ സമയത്ത് എഴുന്നേൽക്കുകയാ, റബ്ബുമായിട്ടൊന്ന് മുനാജാത്ത് ചെയ്യുകയാ. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. മുസ്ലിമീങ്ങളെ, റബ്ബിനെ പറ്റി ബോധമുണ്ടോ? റബ്ബിനെ പറ്റി ചിന്തയുണ്ടോ? അല്ലാഹുവിനെ പറ്റി ചിന്തയുള്ളവര് നരകത്തെ കുറിച്ച് പേടിക്കാതിരിക്കൂല. ഒരു ഉറുമ്പിന്റെ കടി കൊള്ളാൻ കഴിയാത്ത നീ, ഈ സൂര്യന്റെ ചൂട് കൊള്ളാൻ കഴിയാത്ത നീ, 220 കോടിയിൽ ഒരംശം ചൂട് മാത്രമാ ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. അതാ 38ഉം 48ഉം ഒക്കെ ഡിഗ്രി ചൂട്. അതാ നമുക്ക് താങ്ങാൻ കഴിയാത്തത്. അതിനാണ് AC മതിയാകാത്തത്, അതിനാ ഫാൻ നമുക്ക് മതിയാകാത്തത്. എന്നാൽ ഈ സൂര്യനേക്കാൾ 360 ഇരട്ടി വലിപ്പത്തിലായി ഈ ഇന്ന് സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ചൂടിന്റെ 360 ഇരട്ടി ചൂട് സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്നതാ. ആ സൂര്യന്റെ ചോട്ടില് കൈ ഉയർത്തിയാൽ സൂര്യന്റെ പ്രതലത്തിൽ തട്ടും രൂപത്തില് ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരുന്നതാ. ചെമ്പിൻ തറക്കുമീതേ വെള്ളിപ്പലകൾക്കുമീതേ റബ്ബ് നിർത്തുന്നതാ. ആ മശ്ശറയിൽ നിൽക്കുന്നത് മോനെ 10,000 കൊല്ലമല്ലല്ലോ. ആദം നബി അലൈഹിസ്സലാം ജീവിച്ച് മരിച്ചു പോയിട്ട് ഒരു 10-12,000 കൊല്ലം തികഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലോ. 100 വയസ്സ് വരെ ഒരാൾ ഇവിടെ ജീവിച്ചാല് 35,600 ദിവസം മാത്രമാ ജീവിക്കുന്നത്. എന്നാൽ ബുദ്ധിയുണ്ടോ? മശ്ശറയിലെ ഒരു ദിവസത്തെ പറ്റി ഓർത്തിട്ടുണ്ടോ? എത്ര ദിവസമാണ് മശ്ശറ എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. 50,000 കൊല്ലമാണ് മശ്ശറ എന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് ഖുർആനിലില്ല. പക്ഷേ
പക്ഷേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മശ്ശറയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 കൊല്ലമാ. മോനെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, 100 കൊല്ലം ഒരാൾ ഇവിടെ ജീവിച്ചാല് 35,600 ദിവസമേ ജീവിക്കുന്നുള്ളൂ. ആദം നബി ഭൂമിയിൽ വന്നത് മുതൽക്ക് ഇതുവരെ 10,000 കൊല്ലമേ തികയുന്നുള്ളൂ. എന്നാൽ മശ്ശറയിലെ ഒരു ദിവസത്തിന്റെ ഖദർ റബ്ബ് പറഞ്ഞത് എത്രയാണെന്നറിയോ? 50,000 കൊല്ലമാ. അത് ഒരു ദിവസമാ. അങ്ങനത്തെ എത്ര ദിവസമാ എന്ന് ഖുർആനിലില്ല. ആ മശ്ശറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സഹോദരാ, ഈ നരകത്തെ കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. നരകത്തെ മശ്ശറിൽ കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. അറിയുമോ? വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട്, നമ്മൾ ജഹന്നമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയുമോ ജീവനില്ലാത്തൊരു കുഴിയാണ് ജഹന്നമെന്ന്? കരുതണ്ട. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ നരകം, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നരകം, മുത്തുനബി പഠിപ്പിച്ച നരകം, അല്ലാഹുവിന്റെ റസൂൽ കണ്ടുവന്ന നരകം, ആ നരകത്തിന് ശരിക്ക് തിരിച്ചറിവുണ്ട്, അതിന് ജീവുണ്ട്, അത് നടക്കുന്നുണ്ട്, അതിന് ശബ്ദങ്ങളുണ്ട്, അതിന് തലകളുണ്ട്, അതിന് ചുണ്ടുകളുണ്ട്, അതിന് തുമ്പിക്കൈകളുണ്ട്, അത് മാടി വിളിക്കുന്നുണ്ട്. അല്ലാ, ഇന്ന് ഈ കാണുന്ന വലിയ സൂര്യനില്ലേ, ഈ സൂര്യൻ മങ്ങുന്നത് എപ്പോഴാ? ഈ ജഹന്നമിനെ കൊണ്ടുവന്ന് മശ്ശറിൽ വെക്കുമ്പോ ജഹന്നമിൽ നിന്ന് മേൽപോട്ടുയരുന്ന ഹാവി കൊണ്ട് സൂര്യൻ അതാ മങ്ങിപ്പോയി. അപ്പോഴാ സൂര്യൻ മങ്ങിപ്പോയത്, അപ്പോഴാ നക്ഷത്രങ്ങൾ ഉതിർന്ന് വീണത്. ഈ നരകം താഴെ കൊണ്ടുവച്ചപ്പോഴാ, നരകം കൊണ്ടുവന്ന് താഴെ വെച്ചപ്പോഴാ, അപ്പോഴാ ഈ സൂര്യനിൽ നിന്ന് ഇതാ ശരിക്കും ഉരുകി ഉരുകി ഇങ്ങനെ ഒലിക്കാൻ പോവുകയാ. ഒലിക്കൂല, നക്ഷത്രങ്ങൾ വീഴുകയാ. ചൂടുകൊണ്ടാ, ജഹന്നമിന്റെ ചൂടുകൊണ്ടാ. അല്ലാ, ഈ ജഹന്നമിനൊരു കോയിൽ പുറത്തേക്ക് ഇടുന്നുണ്ട്. ഇതൊക്കെ പച്ചയായി ഈ ഖുർആനിലുള്ളതാ. എല്ലാവർക്കും നന്മയും തിന്മയും എഴുതിയിട്ടുള്ള ഏടുകൾ കിട്ടുമെന്ന് കരുതണ്ട. എല്ലാവരുടെയും നന്മയും തിന്മയും തുലാസിൽ വെച്ച് തൂക്കുമെന്ന് കരുതണ്ട. എല്ലാവർക്കും പാലം കടക്കാനുണ്ടെന്ന് കരുതണ്ട. എല്ലാവർക്കും അമ്പിയാക്കൾ ഔലിയാക്കള് ശഫാഅത്ത് ചെയ്യുമെന്ന് കരുതണ്ട. ഈ ഉമ്മത്തിൽപ്പെട്ട വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഏടുകളുള്ളത്, അവർക്കാ വിചാരണയുള്ളത്, അവരുടെ നന്മ തിന്മകളാ തൂക്കപ്പെടുന്നത്, അവർക്കാണ് അമ്പിയാക്കൾ റെക്കമെൻഡ് ചെയ്യുന്നത്, അവർക്കാണ് ഔലിയാക്കൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് ആളുകൾ നരകത്തിലേക്ക് പോകുന്നത് ഹിസാബില്ല, വിചാരണയില്ല, ഏടുകളില്ല, തൂക്കുന്നില്ല, പാലമില്ല. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, അതേ തദ്ഉമൻ അദ്ബറ വതവല്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്ത് ഖുർആൻ, എന്ത് മൈശറ, എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് ദീന് എന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിച്ചവരെ അല്ലാഹ് തോന്നിവാസികളായി ലക്കും ലഗാനുമില്ലാതെ
ചിന്തയില്ലാതെ കളിച്ചും കുടിച്ചും രമിച്ചും രസിച്ചും ജീവിതം തള്ളിയവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ. ഈ നരകം വിളിക്കുകയാ, തദ്ഊമൻ അദ്ബറ വതവല്ല. ഈ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന്, ഖുർആൻ പറഞ്ഞ വിശ്വാസങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞവരെ മുഴുവനും നരകം ഇലയ്യ ഇലയ്യ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നരകം വിളിക്കുന്നുണ്ട്. ഈ നരകത്തിന് വലിയ തുമ്പിക്കൈകളുണ്ട്. ആ തുമ്പിക്കൈകളെ കൊണ്ട് ആവായിച്ചെടുക്കുന്നുണ്ട്, അകത്താക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കോഴി നെല്ല് കൊത്തിയെടുക്കുന്നത് പോലെ പക്ഷികൾ ധാന്യം ഏത് പ്രകാരം കൊത്തി അകത്താക്കുന്നുവോ അതുപോലെ ഈ നരകം ആളുകളെ പിടിച്ചകത്താക്കുന്നുണ്ട്. അല്ലാ, സൂറത്തുൽ ജാസിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഓതിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ബോധമുണ്ടോ? വതറേ കുല്ല ഉമ്മത്തിൻ ജാസിയ, ഈ നരകമങ്ങകലെ നിന്ന് വരുന്നത് കാണുമ്പോ 500 കൊല്ലത്തെ വൈദൂരമുള്ള അപ്പുറത്ത് വെച്ച് നരകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ, ചീറല് കേൾക്കുമ്പോ, ഈ നരകം ചീറുമ്പോ ഹബീബ് പഠിപ്പിച്ചതാ, സാക്ഷാൽ പുലി ചീറുന്നത് പോലെ ഈ നരകം ചീറുന്നതാ. ആ ചീറൽ കേൾക്കുന്ന സമയത്ത് വതറേ കുല്ല ഉമ്മത്തിൻ ജാസിയ, സർവ സമുദായങ്ങളും മുട്ടുകുത്തി ഇരുന്ന് പോയി. അമ്പിയാക്കൾ മുട്ടുകുത്തി ഇരുന്ന് പോയി. കലീമുല്ലാഹി മൂസ നബി പൊട്ടിക്കരഞ്ഞ് മുട്ടുകുത്തി ഇരുന്ന് പോയി. ഇബ്രാഹിം നബി മുട്ടുകുത്തി ഇരുന്ന് പോയി, കരഞ്ഞു പോയി. അന്നത്തെ ദിവസം കരയാത്ത, അന്നത്തെ ദിവസം ടെൻഷൻ ഇല്ലാത്ത, അന്നത്തെ ദിവസം തല ഉയർത്തി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിത്വമാരാ, അത് മുത്തുനബിയാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ നരകത്തെ കുറിച്ച് എപ്പോഴും പേടിയുണ്ടാകും. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ. ഇത് പേടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും എപ്പോഴും. ആര്? റബ്ബുമായിട്ട് ബന്ധമുള്ളവൻ, റബ്ബിനെ പറ്റി തിരിച്ചറിഞ്ഞവൻ, റബ്ബിനെ മനസ്സിലാക്കിയവൻ, സൃഷ്ടിച്ച റബ്ബിനോട് നന്ദിയുള്ളവൻ എപ്പോഴും ഇത് പേടിച്ചുകൊണ്ടിരിക്കും. സഹോദരന്മാരെ, ഞാൻ നിർത്തു. ഇടക്ക് നമ്മുടെ പ്രവർത്തകന്മാര് നിങ്ങളെ മുമ്പിൽ ഒരു കവർ തരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ കേട്ട് എല്ലാവരും ഒരു കുറഞ്ഞ സമയം കൂടി ഇരിക്കണം. നിങ്ങൾ നേരത്തെ അറിഞ്ഞല്ലോ, ദാറുൽ ഖൈർ എന്ന് പറയുന്ന പേര് നമ്മുടെ SYSന്റെ പ്രവർത്തകർ, സ്വാന്തനത്തിന്റെ പ്രവർത്തകർ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ കൂട്ടായ്മയാണ്. 2-2.5 ലക്ഷം ഉറുപ്പിക അതിന് കടമുണ്ട്. ഈ ഇത്രയും അള്ളാഹുവിൻ്റെ നിഅമത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള, ലഭിച്ചിട്ടുള്ള നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു 2.5 ലക്ഷം കടബാധ്യതയോട് കൂടെ ആയിരിക്കുമോ ഈ പരിപാടിക്ക് തിരശ്ശീല വീഴുന്നത്? ഒരിക്കലും ആവരുത്. അതുകൊണ്ട് ആണും പെണ്ണും സ്ത്രീകളും പുരുഷന്മാരും മനസ്സറിഞ്ഞ് അവനെ കൊണ്ട് കഴിയുന്നത് ഈ സമയത്ത് തന്നെ നിങ്ങൾ പറയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നരകത്തെ തൊട്ട് രക്ഷ കിട്ടുവാൻ, നമുക്ക് പടച്ച റബ്ബുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ, സുബ്ഹാനല്ലാഹ്, നമുക്ക് ഈമാൻ സലാമത്താകുവാൻ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ വഅദ് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന സഖാഫിനെ വഅദിന് കൊണ്ടുവരണം, വഅദ് നമുക്ക് കേൾക്കണം, വഅദ് നമുക്ക് പറയിപ്പിക്കണം. പോരാ, നമുക്ക് വഅദ് പറയാനല്ല പണി, ഉൾക്കൊള്ളാനാണ് പണി. അതുകൊണ്ട് ഞാൻ ഓർപ്പെടുന്നു, ഇതൊക്കെയാണ് നമ്മുടെ മുൻപിൽ വരാൻ പോകുന്നത്. ആ നരകത്തെ കുറിച്ച് ഓർത്തതിന് രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി എനിക്ക് പടച്ച റബ്ബ് തന്ന നിഅമത്തിന്റെ, ആരോഗ്യത്തിന്റെ, റബ്ബെനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നന്ദി എന്നോണം എൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് ഇതാ
ഞാനൊരു 10,000, ഇതാ ഞാനൊരു 25,000, ഇതാ ഒരു 5,000, ഇതാ എൻ്റെ ആയിരക്കണക്കിന് ഉറുപ്പികയുടെ സമ്പത്തിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് എത്രയോ പവൻ കണക്കിന് സ്വർണങ്ങളുണ്ട്, ഒരു പവൻ സ്വർണം എൻ്റെ ഖബറിലേക്ക്, എൻ്റെ ആഖിറത്തിലേക്ക്, എൻ്റെ ഒരു സ്വർണത്തിന്റെ ഒരു വള എൻ്റെ സ്വർഗത്തിലേക്ക് എനിക്ക് രക്ഷപ്പെടുന്നതിന്, എൻ്റെ ഹബീബിന്റെ ഇഷ്ടം വെക്കുന്നതിന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്നൊരുത്തൻ വാദിക്കുന്നു, അതോടൊപ്പം പാവങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, പാവങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല, പാവപ്പെട്ടവന്റെ മാനസിക വേദന, പാവപ്പെട്ടവന്റെ സങ്കടമറിയാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ മുത്തുനബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് അഇമ്മത്ത് മൊത്തം പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ടവരോടൊപ്പമല്ലേ? ഞാൻ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിലെ 30 ഹദീസിന്റെ സനദിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു തങ്ങളെ എടുത്തു ധരിച്ചിട്ടുണ്ട്. അത്രയും ഇമാം ബുഖാരി അംഗീകരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഇമാം മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹ്. ആ ഇമാം മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ വന്നുകൊണ്ടൊരു സങ്കടം പറഞ്ഞ കഥ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടത് കാണാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുൻകദിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കൽ 80 സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട്, 80 സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യാത്ര പോയി, ഒരു യുദ്ധത്തിന് പോയി സമയത്ത് പറഞ്ഞു, നിങ്ങൾ എടുത്തുപയോഗിച്ചോളൂ, കുഴപ്പമില്ല, 6 മാസമായിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ, ഞാൻ തിരിച്ചു വന്നാൽ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് 80 സ്വർണ്ണ നാണയങ്ങൾ 80 ദീനാർ സ്വർണം ഏൽപ്പിച്ചു പോയി. ആ സമയത്താണ് മദീനയിൽ വലിയ ദാരിദ്ര്യം വന്നത്. മദീനയിൽ ദാരിദ്ര്യം വന്ന് ആളുകളൊക്കെ പട്ടിണി കിടന്നപ്പോ ഹബീബ് റസൂലുള്ളാഹിന്റെ മദീനയിലെ ആളുകൾക്ക് ദാരിദ്ര്യമോ? ആ ദാരിദ്ര്യം വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റേതല്ലെങ്കിൽ 80 സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ 80 നാണയങ്ങളും പാവങ്ങൾക്ക് ധർമ്മം കൊടുത്തു. പാവങ്ങളോടൊപ്പമല്ലേ എപ്പോഴും ഉണ്ടാവേണ്ടത്? നിങ്ങളിൽ പാവങ്ങളോടൊപ്പമാണ് എന്നെ അന്വേഷിക്കേണ്ടത്. നിങ്ങളിൽ പാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത്. നിങ്ങളിൽപ്പെട്ട ദുർബലരെ കൊണ്ടാണ്, പാവപ്പെട്ടവരെ കൊണ്ടാണ്. അതേ സങ്കടങ്ങളും വേദനകളും കടിച്ചിറക്കുന്നതിന് അതിന് ദേശമില്ല, ഭാഷയില്ല, വർണ്ണമില്ല, വർഗമില്ല. വേദനക്ക് മക്കളെ ജാതിയുണ്ടോ? വേദനക്ക് മക്കളെ മതമുണ്ടോ? ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും വേദനകൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, ദുരിതങ്ങൾക്ക്, സങ്കടങ്ങൾക്ക് അതിന് മതമില്ല, ദേശമില്ല, വർണ്ണമില്ല. എല്ലാ പാവങ്ങളെയും സഹായിക്കുക, പാവങ്ങളോടൊപ്പം നിൽക്കുക. ആ നിനക്ക് ഞാൻ 80 ദീനാർ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് ചെലവഴിച്ചു. താമസിയാതെ എനിക്ക് കടം തന്നിട്ടുള്ള എന്നെ ഏൽപ്പിച്ചു പോയ ആ സഹോദരൻ നാട്ടിലെത്തി തിരിച്ചു ചോദിച്ചു. പെട്ടെന്ന് ഞാനത് പ്രതീക്ഷിച്ചതല്ല. ഞാൻ പറഞ്ഞു, നാളെ തരാം. 1 ദീനാർ പോലും എൻ്റെ കയ്യിലില്ല. ഞാനെന്തു ചെയ്യാനാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു സ്ഥലമുണ്ട്, മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ മിംബറിന്റെ എൻ്റെ ഖബറിന്റെ എൻ്റെ റൗളയുടെ എൻ്റെ വീട്ടിന്റെ ഇടയ്ക്കുള്ള സ്ഥലം സ്വർഗ്ഗത്തോപ്പാണ്. കുറേ സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉജ്റത്തു ശരീഫിന്റെ വാതിക്കൽ നിന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, ഈ പാവപ്പെട്ട മുഹമ്മദിന്റെ കടം, എൻ്റെ കടം, ദൈനി യാ റസൂലല്ലാഹ്, ദൈനി യാ റസൂലല്ലാഹ്. കുറേ മിനൽ
മിംബരി ഇലൽ ഖബരി വഇലൽ ഖബരി ഇലൽ മിംബരി വമിനൽ മിംബരി ഇലൽ ഖബരി വമിനൽ ഖബരി ഇലൽ മിംബരി. കുറേ മിംബറിന്റെ അടുത്ത് ചെല്ലും, പിന്നെ കുറേ ഞാൻ മിഹ്റാബിന്റെ അരികിൽ ചെല്ലും, പിന്നെ വീണ്ടും ഖബറിന്റെ അടുത്ത് ചെല്ലും, വീണ്ടും ഞാൻ ഇതാ മിഹ്റാബിന്റെ അടുത്ത് തന്നെ ചെല്ലും. അങ്ങനെ അന്ന് നേരം വെളുക്കുവോളം ഞാൻ ഈ നില തുടർന്നപ്പോൾ പാതിരാ സമയം കഴിഞ്ഞ് സഹർ സമയത്ത് പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. ഉടനെ അതാ ഹുദിയാ മുഹമ്മദ്, പിടിച്ചോ മുഹമ്മദേ എന്നും പറഞ്ഞ് എന്റെ മടിത്തട്ടിലേക്കൊരു കിഴിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് എണ്ണി നോക്കുന്ന സമയത്ത് 80 ദീനാറാ, 80 ദീനാറാണ് എന്റെ കടമെന്ന് മുത്തുനബിയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ആ കിഴിയെടുത്ത് നോക്കുമ്പോ 80 ദീനാറാ. ഹബീബിന്റെ സായമാ, പാവങ്ങളോടൊപ്പം നിൽക്കുക, പാവങ്ങളെ സഹായിക്കുക, അവർക്ക് ആശ്വാസം നൽകുക, അവരെ സാന്ത്വനപ്പെടുത്തുക, അവർക്ക് കൈത്താങ്ങാവുക, അവർക്ക് വേണ്ടി പലതും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുക്കുക. എല്ലാവരും കൂട്ടമായി യത്നിക്കുക. റബ്ബ് തൗഫീഖ് നൽകട്ടെ, റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് അല്ലാഹ് ഇൽമ ഈമാന് അല്ലാഹ് വർദ്ധിപ്പിച്ചു തരട്ടെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഔലിയാക്കളൊക്കെ തന്നെ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരായി തീരുന്നത് ആദ്യം റബ്ബിനെ അബ്ദ് ആവൽ കൊണ്ടാണ്, റബ്ബിനെ അറിയൽ കൊണ്ടാണ്, റബ്ബിനെ പറ്റി മനസ്സിലാക്കൽ കൊണ്ടാണ്. അൽ മുവാദിബു അല ത്വാഅതി വൽ മുഇദു അനിൽ ഹിക്മതി ഫിൽ മന്നിയാതി ബിഖദ്രി ത്വാഖത്തിൽ ബശരിയ്യ. ഈ നിലക്ക് അള്ളാഹുവിനെയും അവന്റെ സിഫാത്തുകളെയും അറിയുന്നതിന് പുറമെ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്ന അത്ര സൽക്കർമ്മങ്ങൾ പതിവാക്കുന്നവനാണ് വലിയ, അത്രയും തെന്മകളെ തൊട്ടകന്നു നിൽക്കുന്നവനാണ് വലിയ. ഏറ്റവും വലിയ കറാമത്ത് എന്താണെന്നറിയോ? കറാമത്ത് 2 തരമുണ്ട്. ഹിസ്സിയായ കറാമത്ത്, ഹഖീഖിയായ കറാമത്ത്. യഥാർത്ഥ കറാമത്ത് അതാണ് ഹഖീഖിയായ കറാമത്ത്, അതാണ് സ്വഹാബത്തിനുണ്ടായിരുന്ന കറാമത്ത്, അതാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾക്കുണ്ടായിരുന്ന കറാമത്ത്, അതാണ് നമ്മുടെ ഉസ്താദുമാർക്ക് ഉണ്ടായിരുന്ന കറാമത്ത്, അതാണ് താജുൽ ഉലമക്കുണ്ടായിരുന്ന കറാമത്ത്. അതേ സമയത്ത് ഹിസ്സിയായ കറാമത്ത് സാധാരണയിൽ സംഭവിക്കാത്ത അത്ഭുതങ്ങൾ കാണിക്കുക. അതേ അറുക്കപ്പെട്ട ജീവികതയെ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂശാതെ കൂക്കിപ്പറപ്പിച്ച് വിട്ടോവർ തുടങ്ങുന്ന അത്യാത്ഭുതങ്ങൾ, ഇതിന് ഹിസ്സിയായ കറാമത്ത് എന്നാ പറയുക. ഇതിനേക്കാൾ എത്രയോ വലിയ പവറുള്ളത് ഹഖീഖിയായ കറാമത്തിനാണ്. ഇതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹത്തുക്കളായ ഔലിയാക്കളായ സ്വഹാബത്തിന്റെ കറാമത്ത് ഈ കോഴിയുടെ മുള്ളോട് പറഞ്ഞതുപോലെയല്ല, ഇത്തരം അത്ഭുതങ്ങളല്ല, മറിച്ച് അല്ലാഹുക്ക് ത്വാഅത്ത് ചെയ്യാൻ അവർക്ക് കിട്ടിയ നിത്യമായ തൗഫീഖാണ്. ജീവിതത്തിൽ ഒരു നിമിഷം പോലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്വാഅത്തുകൾ നിർത്തിവെക്കേണ്ടി വന്നില്ല. അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ, വിരുദുകൾ ഒരിക്കൽ പോലും മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുക. ഇതാണ് യഥാർത്ഥ കറാമത്ത്. ഇതാണ് ഷാഫി ഇമാമിനുണ്ടായിരുന്ന കറാമത്ത്, ഇതാണ് അബൂ ഹനീഫ തങ്ങൾക്കുണ്ടായിരുന്ന കറാമത്ത്, ഇതാണ് താജുൽ ഉലമക്കുണ്ടായിരുന്ന കറാമത്ത്. അതേ വലിയ തൗഫീഖ് കിട്ടുക, ഇബാദത്തിന് തൗഫീഖ് കിട്ടുക, ആ തൗഫീഖ് നിലനിന്ന് കിട്ടുക. 1,45,000 ചെയ്യാൻ, ധർമ്മം ചെയ്യാൻ, പാവങ്ങളെ സഹായിക്കാൻ, ഹബീബിനെ ഫോളോ ചെയ്യാൻ, ഹബീബിനെ പറ്റി പഠിക്കാൻ, ഹബീബിനെ ഉൾക്കൊള്ളാൻ, സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് ബോധമുണ്ടാവാൻ, സൃഷ്ടിച്ച റബ്ബിന് ശുക്ർ ചെയ്ത് ജീവിക്കാൻ. അല്ലാഹു നമുക്ക്
നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒറ്റ സംഭവം കൂടി പറഞ്ഞു നിർത്തുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ സമുദായത്തിലെ ഏറ്റവും വലിയ നേതാവായ വലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേ അവിടുന്നൊക്കെയുള്ള തൗഫീഖ് അതല്ലേ. ഒരു ദിവസം കാലത്ത് സുബഹി നിസ്കാരാനന്തരം തങ്ങൾ ചോദിക്കുന്നു, ഇന്ന് മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പെടുത്തവനായിട്ട് ആരുണ്ട്? ഒരു സുന്നത്ത് നോമ്പിന്റെ ദിവസമല്ല, സാധാരണ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട സുന്നത്ത് നോമ്പുള്ള ദിവസമല്ല. ഇന്നാരാണ് സുന്നത്ത് നോമ്പെടുത്തിട്ടുള്ളത്? അസ്ബഹ്തു ബിഹംദില്ലാഹി സായിമാ. സിദ്ദീഖുൽ അക്ബർ പറയുന്നു, ഞാൻ ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു നോമ്പുകാരനാണ്. മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, ഇന്നത്തെ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചതാരാണ്? അല്ലാഹ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ജമാഅത്ത് തീർന്നിട്ടേ ഉള്ളൂ. അപ്പോഴാ ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസം രോഗിയെ സന്ദർശിച്ചതാരാ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. കാലത്ത് എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ വരുമ്പോ എന്റെ വീട്ടിൽ നിന്ന് പോരുന്ന വഴിയില അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ വീട്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു അസുഖബാധിതനായിട്ട് വീട്ടിൽ കിടക്കുകയാ. ഞാൻ പള്ളിയിലേക്ക് പോരുന്ന സമയത്ത് വഴിയോരത്തുള്ള വീട്ടിലൊന്ന് കയറി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ ഒന്ന് സന്ദർശിച്ചതാ. സന്ദർശിച്ച് തിരിച്ചു പോരുമ്പോ എന്റെ കൈ റൊട്ടി തന്നതാ. അതെ, ആരെങ്കിലും സന്തോഷത്തോടെ താല്പര്യത്തോടെ ആദരവോടെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വല്ലതും തന്നാൽ അത് സ്വീകരിക്കൽ ബാധ്യതയാണ്. ഞാൻ ആ റൊട്ടി കയ്യിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ വീണ്ടും ചോദിച്ചു, ഇന്നത്തെ ദിവസം ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തതാരാ? മൻ അത്അമൽ യൗമ മിസ്കീനാ. സുബ്ഹിക്ക് വാങ്ങി കൊടുത്ത് നിസ്കരിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്കൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തതാരാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ തന്നെ എഴുന്നേൽക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പാവപ്പെട്ട മിസ്കീൻ അവിടെ കൈ കാണിച്ച് യാചിക്കുന്നു. മക്കയിലും മദീനയിലും ഇന്നും നമുക്ക് കാണാം, കാലത്ത് 3 മണിക്ക് 4 മണിക്കൊക്കെ മസ്ജിദുൽ ഹറാമിലേക്ക് കൂലം കുത്തി ജനങ്ങൾ ഒഴുകുമ്പോ, മസ്ജിദുൻ നബവിയിലേക്ക് ആളുകൾ ഒഴുകുമ്പോ അവിടെയൊക്കെ കൈ കാണിച്ചു കൊണ്ടിരിക്കുന്ന യാചകന്മാരെ കണ്ടില്ലേ? പാവങ്ങളെ കണ്ടില്ലേ? ഞാൻ മദീന പള്ളിയുടെ കമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഒരു പാവപ്പെട്ടവൻ നിൽക്കുന്നു. എന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൊട്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ സൽക്കരിച്ച റൊട്ടി ഞാൻ ആ പാവപ്പെട്ടവന് കൊടുത്തു. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടതും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ചോദ്യം വരുന്നു, മൻ ഹളറ അൽ യൗമ ജനാസ, ഒരു മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തതാരാ? അപ്പോഴും എഴുന്നേൽക്കുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, അല്ലാഹ്, ഞാൻ മദീന പള്ളിയിലേക്ക് കടക്കുമ്പോ ഓരോ സ്വഹാബികൾക്കും ഓരോ വാതിലാണ്. ആ വാതിലൊക്കെ പിൽക്കാലത്ത് മുത്തു റസൂലുള്ളാഹിന്റെ കാലത്തു തന്നെ അടക്കപ്പെട്ടതാണ്. ചെറിയ വെളിച്ചം കാണുന്നു. പള്ളിക്കാട്ടിൽ വെളിച്ചം കണ്ടാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ അവിടം വരെ ഒന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ രാത്രി മരണപ്പെട്ട ചെറിയ ചോരക്കുഞ്ഞാണ്. ഒരു ചോരക്കുഞ്ഞിനെ മറവ് ചെയ്യുകയാണ്. ആ ജനാസ മറവ് ചെയ്യുന്നിടത്തും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ പാവപ്പെട്ട സിദ്ദീഖ് എത്തിയ റസൂലല്ലാഹ്. നോക്കൂ മുസ്ലിമേ, ഇതെന്തൊരു തൗഫീഖാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ 4 കാര്യങ്ങളും ഒരു ദിവസം ഒരാൾക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ചെയ്തിട്ടുണ്ടോ? സ്വർഗത്തിന്റെ സർവ്വ കവാടങ്ങളിൽ നിന്നും അവനെ വിളിക്കപ്പെടുന്നതാ. സിദ്ദീഖ് അത്ര ഭാഗ്യവാനാ. സിദ്ദീഖിന് എന്തൊരു കറാമത്താ. പക്ഷേ ഈ സിദ്ദീഖിനും ഈമാന്റെ കാര്യം പേടിയാണ്. പറഞ്ഞു വന്നത്, ഇങ്ങനെ പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് കിട്ടുക. ഈ തൗഫീഖ് കിട്ടാൻ മോനെ 2 കാര്യം നിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹ് മണിക്കൂർ കണക്കിന് പറഞ്ഞാൽ ഈ വിഷയമൊന്നും പറഞ്ഞു തീരില്ലല്ലോ. മോനെ, നീ തൗബ ചെയ്യണം. ഉമ്മ, നീ തൗബ ചെയ്യണം. പെങ്ങളെ, നീ തൗബ ചെയ്യണം. അനുജന്മാരെ തൗബ ചെയ്യണം.
ഉപ്പമാരെ തൗബ ചെയ്യണം, പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. എന്തിനി തസ്സുലക തൗഫീഖ്, സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് കിട്ടാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാഹുവിന്റെ പ്രീതി കിട്ടാൻ, പടച്ച റബ്ബ് നിന്നെ തൊട്ടൊന്ന് തൃപ്തിപ്പെടാൻ, റബ്ബിന്റെ പൊരുത്തമൊന്ന് കിട്ടാൻ, റബ്ബിന്റെ ഇഷ്ടമൊന്ന് കിട്ടാൻ നീ തൗബ ചെയ്യണം. അപ്പോഴാ നിനക്ക് തൗഫീഖ് ഉണ്ടാകുന്നത്. നിന്റെ ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ, നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കപ്പെടാൻ, അനുഷ്ഠിക്കുന്ന നോമ്പുകൾ സ്വീകരിക്കപ്പെടാൻ, കൊടുക്കുന്ന ധർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ, ചൊല്ലുന്ന ദിക്റുകൾ സ്വീകരിക്കപ്പെടാൻ, അല്ലാഹ് എന്തൊക്കെ ഹസനാത്തുകൾ ചെയ്യുന്നു ഇതൊക്കെ ഒന്ന് സ്വീകരിക്കപ്പെടാൻ നീ തൗബ ചെയ്തോ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ, റബ്ബിന്റെ അടിമയായി ജീവിച്ചോ. എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി തരട്ടെ, ബോധം തരട്ടെ, ഇൽമു ഈമാൻ ഹിദായത്ത് അല്ലാഹ് ഏറ്റിത്തരട്ടെ, നമുക്ക് അവന്റെ പൊരുത്തം തരട്ടെ, ഹബീബിന്റെ പൊരുത്തം തരട്ടെ, ഹബീബിന്റെ നോട്ടം കൊണ്ട് അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ഹബീബിനെ പറ്റി പറയുന്നതിനാൽ, ഹബീബിനെ പറ്റി പറയാൻ വേണ്ടി സംഘടിപ്പിക്കുന്നതിനാൽ, അതിനുവേണ്ടി സ്റ്റേജ് കെട്ടിക്കൊടുത്തതിനാൽ, അതിന് ചെയറുകൾ കൊണ്ട് നിരത്തിയതിനാൽ, അതിന് മൈക്ക് കെട്ടിക്കൊടുത്തതിനാൽ, അതിന് പന്തലിട്ട് കൊടുത്തതിനാൽ, അത് പറയുന്ന സദസ്സിൽ വന്നെത്തിയതിനാൽ, ഇതൊക്കെ ഒന്ന് കേട്ടിരുന്നതിനാൽ, ഇതിനോടൊക്കെ താല്പര്യമുള്ളതിനാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഅൽ ഫദ്ൽ കൊണ്ട് നമ്മെ വിജയിപ്പിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു ഈ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ, നന്നാക്കി തരട്ടെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ, ഖബർ റാഹത്താക്കി തരട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ, അമലൊക്കെ കബൂലാക്കി തരട്ടെ, ഈമാൻ ഏറ്റി തരട്ടെ, ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ.